കുറച്ച് വെള്ളം കുടിക്കും. ഇനി കാര്യം പറയാം. നമ്മുടെ സ്കൂളിലേക്കുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് 2ാം ക്ലാസ്സിലെ, അപ്പൊ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്ത് പോയാലോ? ഓക്കെ, ആദ്യത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ആരുഷാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്? ആരുഷ്, സ്റ്റാൻഡ് അപ്പ്. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. അറിയൂലേ? അതെന്താടാ അറിയാത്തെ? ആണോ? പഠിച്ചില്ല അല്ലേ? ഇരിക്കവിടെ, ഒന്ന് ആലോചിച്ചേ. എന്താ അവിടെ? എന്താ നിധി ആരുഷിന് പറഞ്ഞു കൊടുക്കുന്നത്? ആരുഷ്, നിധി എണീറ്റ്. രണ്ടുപേർക്ക് എന്താ ഇപ്പൊ പറഞ്ഞ? രണ്ടുപേരും ആരുഷേ, നിധി എന്താ നിന്നോട് ഇപ്പൊ പറഞ്ഞത്? പറയൂലേ? അതെന്നാ പറഞ്ഞാല്? നിധി മര്യാദക്ക് പറഞ്ഞോ, അല്ലെ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ പാരന്റ്സിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാല് ആരുഷിന്റെ പേരില് ആരുഷ് പഠിച്ചില്ല എന്നുള്ളത് നിധി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുള്ള പേരിലും ഞാൻ കംപ്ലൈന്റ് ചെയ്യും പാരന്റ്സിനോട്. അത് വേണോ? വേണ്ട അല്ലേ? അപ്പൊ സത്യം പറ, എന്തുവാ നിധി അവനോട് പറഞ്ഞത്? എന്തുവാ ഉത്തരം പറഞ്ഞതെന്ന് ആരുഷ്? ജുപ്പിറ്റർ എന്നുള്ള ഉത്തരം ശരിയാണ്. പക്ഷെ നിനക്കത് അവള് പറഞ്ഞു തന്നിട്ടല്ലേ? അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കുണ്ട് ശിക്ഷ. ആദ്യം നിധി ഇങ്ങ് വാ. ആർഷ അവിടെ ഇരുന്നോ തൽക്കാലം. മനസ്സിലായല്ലോ? ഞാൻ പറയാതെ അറിയാലോ അല്ലേ? 3 പീരീഡ് ക്ലാസ്സിന് പോക്കും. അന്നാലേ അവിടെ 2 മിനിറ്റ് എണീറ്റ് നിൽക്കും. നീ ആരുഷിങ് വാ. ആരും മേലെ നീ പഠിക്കാതെ സ്കൂളിലേക്ക് വരണ്ട കേട്ടല്ലോ. അതേപോലെ മറ്റുള്ളവർ പറഞ്ഞു തരുവാണെങ്കിൽ അത് എന്നെ അപ്പൊ തന്നെ ഇൻഫോം ചെയ്യണം കേട്ടല്ലോ. കൈ കാണിക്കടാ. ഓക്കെ, പോയിരിക്കാം. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. അപ്പം ചോദ്യമില്ല, പാല് തരുന്ന മൃഗം ഏത്? ഇനി നിധി പറ ആ ചോദ്യത്തിന് ആൻസർ. പാല് തരുന്ന മൃഗം ഏത്? എണീക്കൂ, പറ.